ഗായ്സ്, ഇന്ന് ഞാനും എൻ്റെ ജാസ്പു മോനും പാടെ ഞങ്ങള് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോകണം. എവിടുക്കാൻ പോണേ? കരുവാരക്കുണ്ട് ഊത്താലക്കുന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അല്ലേ. ഇവിടെ നമ്മളെ കെയർ ഓഫിൽ കുറച്ച് സ്ഥലമുണ്ട്. ഒരു 9.5 സെന്റ് സ്ഥലവും ഒരു പൊരത്തറിയും. അപ്പൊ അതൊന്ന് കാണും നമുക്ക്. എങ്ങനെ ഉണ്ടാവും? കണ്ട എങ്ങനെ ഉണ്ടാവും എന്റെ അഭിപ്രായത്തില്? പോയി നോക്കല്ലേ? പോയി നോക്കിട്ട് പറയാം. 11 ടൗണിൽ നിന്ന് ഊത്താലക്കുന്ന് റോഡ്, ഈ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് നമ്മൾ നേരെ അങ്ങനെ തിരിയാണ്. ഈ കാണുന്ന റോഡിനങ്ങ് പോന്നിട്ട് അപ്പൊ നമ്മൾ ഊത്താലക്കുന്ന് മുസ്ലിം പള്ളീൻ്റെ അടുത്ത് എത്തി. ഇവിടെ തന്നെയാണ് നമ്മൾ ആ സ്ഥലമുള്ളത്. 9 സെന്റ് സ്ഥലവും ഒരു നല്ലൊരു പുരത്തറയും അത്യാവശ്യം നല്ല വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നിനും ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു ഏരിയയിൽ പുതിയ പുരത്തറയാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇതിൻ്റെ 2 ബെഡ്റൂമും ഒരു സിറ്റ് ഔട്ടും ഹാളും അതുപോലെ ലിവിങ് ഏരിയ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സിറ്റ് ഔട്ടാണ് ഈ കാണുന്നത്. നോക്കൂ നിങ്ങൾ, സിറ്റ് ഔട്ട് ഏരിയ. ഇത് ബെഡ്റൂമാണ്. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ നമ്മളിതിൻ്റെ ഇത് ലിവിങ് ഏരിയ ആണ്. ലിവിങ് ഏരിയയിൽ നിന്ന് ഹാളിൽ നിന്ന് ഒരു കോമൺ ബാത്റൂം, പിന്നെ സ്റ്റെയർ കേസ് ഇവിടെ ഉണ്ട്. ഈ കാണുന്ന ഭാഗം സ്റ്റെയർ കേസാണ്. ഇത് ബാത്റൂം സൈഡാണ്. ഇനി 2-in-1 ആക്കാം. അതായത് നമ്മളെ സ്റ്റെയർ കേസിൻ്റെ താഴെ ഒരു ബാത്റൂമും കൊടുക്കാം, അത് അറ്റാച്ച്ഡ് ആക്കാം. പിന്നെ ഒരു ബാത്റൂം ഇവിടെ വലുതൊന്നുണ്ട്, അതും നമുക്ക് 2-in-1 ആക്കി ഉപയോഗിക്കാം. പിന്നെ ഇതാണ് ഇതിൻ്റെ അടിപൊളി കിച്ചൺ, കണ്ടോ നിങ്ങൾ. പിന്നെ ഇവിടെ മണ്ണൊക്കെ എടുത്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് വർക്ക് ഏരിയ ഉണ്ടാക്കാം. ഇവിടെ തൊട്ടടുത്ത് വീടുകളുണ്ട്. പിന്നെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, കാരണം വെച്ചാൽ ഇത് ഫുള്ള് ചെങ്കല്ലാണ്, അതുകൊണ്ട് ഒരിക്കലും ഇടിഞ്ഞു പോരൊന്നുമില്ല, കണ്ടോ. അപ്പോൾ ഈ ഒരു മോഡലിന് ആകെ ചോദിക്കണ വില 9.5 ലക്ഷം റുപ്യ കേട്ടോ. ഒരു പുരത്തറയും 9 സെൻറ്റ് ഭൂമിയും. ബസ് പോണ റൂട്ടിൽ നിന്ന് വെറും നമുക്ക് ഒരു 30 മീറ്റർ ഉള്ളൂ. നല്ല ഏരിയ, അടിപൊളി ഏരിയ. എന്നാൽ മലയും ഒന്നുമല്ല. നോക്കൂ നമ്മൾ, ഇതാണ് ടാറിങ് റോഡ്, കണ്ടോ. ഇതാണ് ടാറിങ് റോഡ്. ഇത് സെക്കൻഡ് പ്ലോട്ട് എന്ന് പറയാം ഈ ഭാഗത്തൂടെ നിന്ന് വരുമ്പോൾ. പിന്നെ കറണ്ടിനും ബുദ്ധിമുട്ടില്ല, വെള്ളത്തിനും ബുദ്ധിമുട്ടില്ല, ഒന്നിനും ബുദ്ധിമുട്ടില്ലാത്തൊരു ഏരിയയിലേക്കാണ് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്.